ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജിന് നോട്ടീസ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ എമ്പുരാൻ സിനിമയുടെ സഹനിർമ്മാതാക്കളിൽ ഒരാളായിരുന്ന ഗോകുലം ഗോപാലന് നോട്ടീസ് നൽകുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നുൾപ്പെടെയുള്ള ആ ചോദ്യം ചെയ്യൽ നടപടികൾ തുടരും എന്ന് വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നത്. ഈ സിനിമയുടെ എമ്പുരാൻ സിനിമയുടെ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. സഹിൻ ആന്റണിയാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സഹിൻ, പറയൂ. ബിനില, ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൃഥ്വിരാജിന്റെ അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായി ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആദായ നികുതി വകുപ്പ് ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു. അതിന്റെ ഭാഗമായുള്ള ഒരു നോട്ടീസാണ് പൃഥ്വിരാജിന് നൽകിയിട്ടുള്ളത്. നിലവിൽ പൃഥ്വിരാജ് ഇപ്പോൾ കേരളത്തിലില്ല, അദ്ദേഹം രാജ്യത്തിന് പുറത്താണ്. ഈ സമയത്ത് അദ്ദേഹത്തിന് തൊപ്പമ്പടിയിലെ വീട്ടിലേക്കാണ് ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ പിന്നിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എമ്പുരാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ നിലനിന്നിരുന്നു. സംഘപരിവാർ സംഘടനകൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ ഗോകുലം ഗോപാലന്റെ അതിന്റെ നിർമ്മാതാവായിട്ടുള്ള ഗോകുലം ഗോപാലന്റെ ഓഫീസിൽ ഇത്തരത്തിലുള്ള ഒരു പരിശോധന ഉണ്ടായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ ഈ ചിത്രത്തിന്റെ എമ്പുരാന്റെ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആദായ നികുതി വകുപ്പ് ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി പുറത്തേക്ക് വരാനുണ്ട്, ലഭിക്കാനുണ്ട്. അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വാർത്ത. നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ എമ്പുരാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSS സംഘപരിവാർ സംഘടനകൾ വലിയ രീതിയിലുള്ള ആക്രമണം പൃഥ്വിരാജിനെതിരെ അഴിച്ചുവിട്ടിരുന്നു. അദ്ദേഹത്തിനെതിരെ നവമാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. അന്നെല്ലാം തമാശയ്ക്ക് പറയുമായിരുന്നു കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകൾ ഉണ്ടാകുമെന്നുള്ളത് പറയുമായിരുന്നു. പക്ഷേ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് പൃഥ്വിരാജിന് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 200 കോടി രൂപയിലധികം കളക്ഷൻ ഈ ചിത്രം നേടിയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളാണ് ആദായ നികുതി വകുപ്പ് ശേഖരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൃഥ്വിരാജ് ഇപ്പോൾ രാജ്യത്തില്ല, അദ്ദേഹം വിദേശത്താണ്. അദ്ദേഹം വിദേശത്ത് നിന്നും എത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. ആദായ നികുതി വകുപ്പ് അദ്ദേഹത്തിന്റെ തൊപ്പമ്പടിയിലുള്ള ഫ്ളാറ്റിൽ ഇത് സംബന്ധിച്ചുള്ള നോട്ടീസ് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിനിൽ, സഹിൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി നടൻ മാത്രമല്ല, അല്ലെങ്കിൽ സംവിധായകൻ മാത്രമല്ല, അദ്ദേഹം ഒരു നിർമ്മാതാവ് കൂടിയാണ്. വിതരണ കമ്പനിയുണ്ട് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത്. സിനിമാ നിർമ്മാണത്തിലും ഒപ്പം തന്നെ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻസ്, അന്യഭാഷ ചിത്രങ്ങൾ ഉൾപ്പെടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു നിർമ്മാണ കമ്പനിയുടെ ഉടമ കൂടിയാണ്. അങ്ങനെ പല വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടല്ലോ. ഇതെല്ലാമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസാണ് ലഭിച്ചത് എന്ന സൂചനകളുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ? അതുതന്നെയാണ്, അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇക്കാര്യം മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുള്ളത്. പൃഥ്വിരാജിനെ നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ട് നോക്കി, പക്ഷെ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ നമ്മൾ വിളിച്ചിട്ട് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷേ വിവരങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും. അതിന് കുറച്ച് സമയം ആവശ്യമാണ്. എന്തായാലും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് പൃഥ്വിരാജിന് ലഭിച്ചിരിക്കുന്നു. ഇത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകേണ്ടത് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. നേരത്തെ അബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഉണ്ട്, അദ്ദേഹത്തിന്റെ നിർമ്മാണങ്ങളുണ്ട്. ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണോ ഇനിയും അദ്ദേഹത്തിന് പുതിയ ചിത്രം വരാനിരിക്കുന്നു, പുതിയ ഒരു ചിത്രം അദ്ദേഹം നിർമ്മിക്കാനിരിക്കുന്നു. ഈ സാഹചര്യമെല്ലാം നിലനിൽക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്, അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് അത്തരത്തിലുള്ള ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതാണ്. എമ്പുരാൻ സിനിമയിലെ ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം സംഘപരിവാർ സംഘടനകളുടെ വലിയ ആക്രമണം അദ്ദേഹത്തിന് നേരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയിരുന്നു. തൊട്ടു പിന്നാലെ ആദായ നികുതി വകുപ്പ് അതിന്റെ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജിന് കൂടി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. സഹിൻ, ഞാൻ മനസ്സിലാക്കുന്നത് 2022 ഈ വിധത്തിലുള്ള ഒരു നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്
കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു. അതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് നോട്ടീസ് എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഈ ആരോപണങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഗോകുലം ഗോപാലിനെതിരായ ED നടപടി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കത് ഉന്നയിക്കാൻ ആ വിധത്തിൽ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. അതൊരു ആരോപണമായി തന്നെ തുടരുകയാണ്. പൃഥ്വിരാജ് നടത്തിയിട്ടുള്ള ഇടപാടുകൾ 2022 ഇടപാടുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ എമ്പുരാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ പരിശോധിക്കുക? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പരിശോധിക്കുക ഇക്കാര്യത്തിൽ? സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടുള്ള സിനിമാ മേഖലയിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, പ്രൊഡക്ഷൻ, ഒപ്പം തന്നെ സംവിധാനം, നിർമ്മാണം, കൂടാതെ അഭിനയത്തിൽ അദ്ദേഹം വാങ്ങുന്ന പ്രതിഫലം, ഇതെല്ലാം ആദായ നികുതി വകുപ്പ് പരിശോധിക്കും. നേരത്തെ 2022 പൃഥ്വിരാജിന്റെ അടക്കം സൂപ്പർ താരങ്ങളുടെ എല്ലാം ആദായ നികുതി വകുപ്പിന്റെ ഒരു പരിശോധന ഉണ്ടായിരുന്നു. അവരുടെ പ്രതിഫലം സംബന്ധിച്ചും ഒപ്പം തന്നെ അവരുടെ പ്രൊഡക്ഷൻ നിർമ്മാണ യൂണിറ്റുകൾ സംബന്ധിച്ചും ആദായ നികുതി വകുപ്പിന്റെ പരിശോധന ഉണ്ടായിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ്. ആദായ നികുതി വകുപ്പിന്റെ അദ്ദേഹത്തിന്റെ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒപ്പം തന്നെ അദ്ദേഹം വാങ്ങുന്ന പ്രതിഫലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം ഇത് ചർച്ചയാകും. സ്വാഭാവികമായി അക്കാര്യങ്ങളെല്ലാം ആദായ നികുതി വകുപ്പിന് പരിശോധിക്കേണ്ടതായി വരും. വലിയ ആ രീതിയിലുള്ള കളക്ഷൻ നേടിയ ഒരു ചിത്രം കൂടിയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. എമ്പുരാനിൽ അദ്ദേഹത്തിന്റെ പ്രതിഫലം അതും ഈ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ വരും എന്നുള്ളത് മറച്ചുവെക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും അതുകൂടി പരിശോധനയിൽ വരേണ്ടതാണ്. മാത്രമല്ല അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള ചിത്രങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതായി വരും. ആദായ നികുതി വകുപ്പ് ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു നോട്ടീസ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. ബിനിൽ, സഹീൻ, അതോടൊപ്പം തന്നെ ഗോകുലം ഗോപാലിന്റെ എതിരായ നടപടി ശക്തമാക്കാൻ ഒരുങ്ങുകയല്ലേ ED? ഇന്ന് കൂടുതൽ ഇടങ്ങളിൽ പരിശോധന നടത്തും എന്നൊരു വിവരം കൂടി സഹീൻ പങ്കുവെക്കുന്നുണ്ടല്ലോ. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും പിന്നില്ല. ഇന്നലെയാണ് ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന ആരംഭിച്ചത്. ഇന്നിപ്പോൾ വീണ്ടും പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചെന്നൈ, കോഴിക്കോട്, കൊച്ചി ഓഫീസുകളിൽ പരിശോധന നടക്കുന്നുണ്ട്. ഇന്നലെയെല്ലാം കോർപ്പറേറ്റ് ഓഫീസുകളിലാണ് പരിശോധനയെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ബ്രാഞ്ച് ഓഫീസുകളിൽ കൂടി പരിശോധിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തെയും കൂടുതൽ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ 6 മാസമായി തങ്ങളുടെ നിരീക്ഷണത്തിലാണ് ഗോകുലം ഗോപാലന്റെ കമ്പനി എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസിലെ പരിശോധനയും എമ്പുരാൻ സിനിമയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് കൂടുതൽ പരിശോധനകളും കൂടുതൽ നടപടികളിലേക്കും കേന്ദ്ര ഏജൻസികൾ നീങ്ങുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ബിനിൽ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് സഹീൻ ആന്റണി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എമ്പുരാന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലിനെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി ഇന്നലെയായിരുന്നു. ഇന്നിതാ വന്നിരിക്കുന്നു. ആദായ നികുതി വകുപ്പ് സംവിധായകൻ പൃഥ്വിരാജിനെതിരെ അതിന് സിനിമയുമായി ബന്ധമുണ്ടെന്ന് ആരോപണം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളാണ്. ഈ ടൈമിംഗ് സംബന്ധിച്ച് ഏതൊരു സാധാരണക്കാരനെയും സംബന്ധിച്ച് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു ടൈമിംഗ് ആണ്. കാരണം സംഘപരിവാർ സംഘടനകൾ, BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ അടക്കം പൃഥ്വിരാജിന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണം, പൃഥ്വിരാജിനെ വിദേശ ഭീകരരുമായി ബന്ധമുണ്ട് എന്നുൾപ്പെടെയുള്ള കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന ആരോപണം നേരിടുന്ന അന്വേഷണ ഏജൻസികൾ സിനിമയുടെ നിർമ്മാതാവിനും സംവിധായകനുമെതിരെ വരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മോഹൻലാലിനെതിരെ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ IT വിഭാഗമോ വരും എന്ന ആരോപണം കൂടി കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹീൻ ആന്റണി. ഗോകുലം ഗോപാലിനെയും കൂടുതൽ ജീവനക്കാരനെയും ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 6 മാസമായി ഗോകുലം ഗോപാലൻ നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ ആരോപണങ്ങൾക്കെല്ലാമുള്ള EDയുടെ മറുപടി.